എ വിജയരാഘവൻ ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിലല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എ വിജയരാഘവൻ എന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മലപ്പുറം ജില്ലയിൽ CPIM-നെ എങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലാണ് എൻ്റെ പോയിന്റ്. ചില ഉദാഹരണങ്ങൾ പറയാം. 2005 മുതൽ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു കയറാൻ CPM വളരെ കാര്യമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. പലരെയും മുൻനിർത്തിക്കൊണ്ട് ചില പരീക്ഷണങ്ങൾ നടത്തുന്നു. എന്നാൽ ആ പരീക്ഷണങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിജയിക്കാതെ പോകുന്നതിന് പിന്നിൽ എ വിജയരാഘവൻ എന്നൊരു വ്യക്തിയുണ്ട് എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. അതിന് ചില കാര്യകാരണങ്ങൾ കൂടി പറയാം. മലപ്പുറം ജില്ലയിൽ CPM-നകത്ത് അല്ലെങ്കിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയ ഗ്രിപ്പ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു മങ്കടയിലെ മഞ്ഞളാംകുഴി അലിയുടെ വിജയം എന്ന് പറയുന്നത്. അലി ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്നു, CPM പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കുന്നു, അവിടെ നിന്ന് വിജയിക്കുന്നു. ആ വിജയം പിന്നീട് നമുക്ക് ആവർത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ തന്നെ ആവർത്തിക്കാനോ അല്ലെങ്കിൽ അത് വ്യാപിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൗതുകകരമായിട്ടുള്ള ഈ എ വിജയരാഘവൻ ഇഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട്. അലി ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. ആ അലിയെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM-ൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുന്നതിൽ നേതൃത്വം നൽകിയത് എ വിജയരാഘവനാണ് എന്നാണ് പറയപ്പെടുന്നത്. എ വിജയരാഘവൻ്റെതായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അലിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ പോയി പ്രസംഗിക്കുന്ന രീതിയിൽ സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത കാര്യമാണത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അലിയുടെ പോക്കോട് കൂടിയിട്ട് പെരിന്തൽമണ്ണ മണ്ഡലം കൂടി CPM-ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ 2021 ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതിന് തുരങ്കം വെച്ചതും ഈ എ വിജയരാഘവനാണ് എന്നാണ് പറയപ്പെടുന്നത്. 2006 VS സർക്കാരിൻ്റെ സമയത്തോട് കൂടിയിട്ട് അലി UDF-ലേക്ക് പോകുന്നു. 2011 അലി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അന്ന് വരെ പെരിന്തൽമണ്ണ 2006 വിജയിച്ച ശശികുമാർ തോൽക്കുന്നുണ്ട്. അപ്പോൾ അലി നിലനിൽക്കുകയാണെങ്കിൽ, ഇടതുപക്ഷത്തിന് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ മങ്കടയും പെരിന്തൽമണ്ണയും ഒരുപോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെടുത്തി. പോട്ടെ, അതൊരു ഒരു സംഭവം മാത്രമാക്കി മാറ്റി നിർത്താം. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് CPM-ന് നഷ്ടപ്പെട്ടിട്ടുള്ള മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ എണ്ണം ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമായിട്ട് 2 3 എണ്ണം ഉണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് ഏറെ വൈകാരികതയുള്ള ഒരു പ്രദേശമാണ്. ഇത് EMS-ൻ്റെ ജന്മദേശമായ ഏലംകുളം മന സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലാണ്. CPM-ന് മലപ്പുറം ജില്ലയിൽ മറ്റ് പലയിടങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള സ്വാധീനമുള്ള മേഖലയുണ്ട്. പുലാമന്തോൾ പഞ്ചായത്തൊക്കെ CPM-ന് അത്യാവശ്യം സ്വാധീനമുള്ളൊരു മേഖലയാണ്. പെരിന്തൽമണ്ണ നഗരസഭ സ്വാധീനമുള്ളൊരു മേഖലയാണ്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത് തന്നെ ഒന്ന് മത്സരിച്ചേക്കാം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ്, അല്ലാതെ ജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ല. 2021 ഇടതുപക്ഷത്തിന് വലിയ തരംഗം ആഞ്ഞടിക്കുന്ന കാലത്ത് അതുപോലെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് പെരിന്തൽമണ്ണ യാതൊരു ഗ്രിപ്പും ഇല്ലാത്തൊരു പ്രദേശത്ത് വന്ന് അവിടെ വന്ന് മത്സരിച്ച് 2 അക്ക വോട്ടിന്, അത് 30 ചില്ലാനം വോട്ടിന് ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച KPM മുസ്തഫ ഇതിനു മുമ്പോ, അതായത് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പോ 2021 തെരഞ്ഞെടുപ്പിന് ശേഷമോ CPM-ന്റെ ഏതെങ്കിലും സംഘടനാ സമരവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണോ? എങ്ങനെയാണ് അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുക്കുന്നത്? ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പല പരീക്ഷണങ്ങളും പാർട്ടി നടത്തിയിട്ടുണ്ട്. ഈ മങ്കടയിൽ മഞ്ഞളാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നത് അത്തരമൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നാൽ പെരിന്തൽമണ്ണയിലെ സ്ഥിതി അതായിരുന്നോ? പെരിന്തൽമണ്ണയിലെ CPM-ന് കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് വോട്ടുള്ള ഗ്രിപ്പുള്ള പ്രദേശമാണ്. അവിടെ നേതാക്കളുണ്ട്. ഇത്തവണ മത്സരിച്ച ഹനീഫ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. പുലാമന്തോളിലെ പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ശശികുമാർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന വ്യക്തിയാണ്. ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് ഈ KPM മുസ്തഫയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു വ്യവസായിയാണ്. ഹോട്ടൽ വ്യവസായമാണ് അദ്ദേഹം നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് CPM-ഉമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇങ്ങനെ ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ ഇടതുപക്ഷത്തിന് അത്യാവശ്യം വോട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് പിന്നിൽ എ വിജയരാഘവനാണ് എന്ന അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകളും വളരെ സജീവമായിട്ട് അന്ന് തൊട്ടേ കേൾക്കുന്നുണ്ട്. മറ്റൊരു
തെരഞ്ഞെടുപ്പ് വിശേഷം പോയി കഴിഞ്ഞാൽ ഇത്തവണത്തെ പൊന്നാനി മണ്ഡലത്തിലെ വിശേഷം. ഇത്തവണ പൊന്നാനി മണ്ഡലം എല്ലാ കാലത്തും, എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സമീപ ചരിത്രങ്ങളിലെല്ലാം CPM-നോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയുടെ പേര് കേട്ട് പലരും ഞെട്ടി. ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്തെല്ലാം ഓരോ ഔദ്യോഗിക പദവികളിൽ ഇരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറായിരുന്നു. അതിനുശേഷം PSC അംഗമായി, PSC ചെയർമാനായി, അതിനുശേഷം വഖഫ് ബോർഡിന്റെ ചെയർമാനായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. ഈ സക്കീർ എന്ന് പറഞ്ഞ വ്യക്തി, MK സക്കീർ എന്ന വ്യക്തി മത്സരിക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ പൊന്നാനിയിൽ KP നൗഷാദ് അലി എന്ന സ്ഥാനാർത്ഥി, ഇത് UDF-ന്റെ സ്ഥാനാർത്ഥി, 1000 വോട്ടിന് മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. കാരണം നൗഷാദ് അലി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പണിയെടുക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നൗഷാദ് അലി പരാജയപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നൗഷാദ് അലിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ശേഷി MK സക്കീറിന് ഇല്ല എന്നുള്ളത് പൊന്നാനി മണ്ഡലത്തിലെ നിവാസിയോ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടറോ ഒന്നുമല്ലാത്ത എനിക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ച വിജയരാഘവന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വിജയരാഘവനെ എന്തുകൊണ്ടായിരിക്കും MK സക്കീറിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവുക? ഈ PSC ബോർഡ് ചെയർമാൻ സ്ഥാനം MK സക്കീർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറയുന്നതിന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വിജയരാഘവൻ സഖാവാണ് എന്നോട് വിളിച്ചിട്ട് ഇത് ചുമതല ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ഞാൻ സംശയിച്ചു. അപ്പോൾ വക്കീലിനോട് പറ്റും എന്ന് പറയുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. അത്ര നിഷ്കളങ്കമായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ശ്രേണിയിലും ഇല്ലാത്തൊരു വ്യക്തി അത്ര പെട്ടെന്ന് ഏറ്റെടുക്കേണ്ട ഒരു സാധനമാണോ PSC ചെയർമാൻ സ്ഥാനമൊക്കെ? അറിയില്ല അതെങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിയെന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ട ഒരു സാധനമാണ്. വിജയരാഘവൻ മലപ്പുറത്ത് നിന്ന് CPM-ന് കിട്ടിയിട്ടുള്ള ആക്ച്വലി വളരെ നല്ലൊരു കേഡറായിരുന്നു. CPM-നെ സംബന്ധിച്ച് വളരെ നല്ലൊരു കേഡറായിരുന്നു. CPM-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ബന്ധപ്പെട്ട് വലിയ സമര സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കയറി വരികയും SFIയുടെ ജില്ലാ സെക്രട്ടറി ആവുകയും തുടർന്ന് അങ്ങോട്ട് ഓരോ ഘട്ടമായിട്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ വരെ എത്തുകയും ചെയ്ത സഖാവാണ് വിജയരാഘവൻ. എന്നാൽ വിജയരാഘവന് പാളിയ ചില സാഹചര്യങ്ങളുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയണം, ഇതിനോട് ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ അത് നീതികേടായിരിക്കും. ഇന്നും CPM-നകത്ത് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവാണ് വിജയരാഘവൻ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പല തവണ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തരിക എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. നമ്മളെ എങ്ങനെയാണ് സമീപിക്കുന്നത്, നമ്മളെങ്ങനെയാണ് സാധാരണക്കാരനായ ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില താല്പര്യങ്ങൾ CPM-ന് മലപ്പുറം ജില്ലയിൽ വലിയ കോട്ടം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രശ്നം. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജനിച്ച് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന്, പെരിന്തൽമണ്ണയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ആ ഒരു ബെൽറ്റിലെ കൃത്യമായ ചില വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ചില ഇടപാടുകളുമായിട്ട് വിജയരാഘവന് പല ബന്ധങ്ങളും ഉണ്ട് എന്ന് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പലതും വന്നിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ നിജസ്ഥിതി അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് വ്യക്തമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച അദ്ദേഹത്തിൻ്റെ 2021 കാലഘട്ടത്തെക്കുറിച്ചാണ്. 2021 അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, രണ്ടാം പിണറായി സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള R ബിന്ദുവിനെ ഇരിങ്ങാലക്കുട മത്സരിപ്പിക്കുന്നു. എന്തായിരുന്നു ഇരിങ്ങാലക്കുട മത്സരിക്കാൻ R ബിന്ദുവിൻ്റെ യോഗ്യത എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ ഇത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവർ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പഴയ തൃശ്ശൂർ മേയറാണ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വിജയരാഘവന്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് എന്തായിരുന്നു അവർക്ക് അവിടെ കണ്ട മെറിറ്റ് ഉണ്ടായിരുന്നത്? അവരെക്കാൾ യോഗ്യരായിട്ടുള്ള നിരവധി കേഡർമാർ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് എങ്ങനെയാണ് R ബിന്ദുവിന് അവിടെ മത്സരിക്കാൻ കഴിയുന്നത്? മത്സരിച്ചു, അവർ വിജയിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചിട്ടുള്ള LDF വിജയിച്ചിട്ടുള്ള അരുണം മാഷ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. 2016 2021 പിന്തുണച്ചിട്ടും വിജയിച്ചിട്ടുണ്ട്. വിജയിച്ച് വന്ന ഉടനെ തന്നെ അവര് മന്ത്രിയാവുന്നു. മന്ത്രി എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാവുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ അവർക്ക് കിട്ടുന്നു. ആ കിട്ടുന്നു എന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ആ കിട്ടുന്നതിന് പിന്നിൽ
അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനം മാത്രമാണോ? അവർ കേരളവർമ്മ കോളേജിലെ ഒരു അധ്യാപികയായിരുന്നു, AKPCDയുടെ പ്രവർത്തകയായിരുന്നു, CPMന്റെ പ്രവർത്തകയായിരുന്നു. ഇത് തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തകയായിരുന്നു. ആദ്യ ടൈമിൽ മത്സരിച്ച് വിജയിച്ചവർക്ക്, സംസ്ഥാന തലത്തിൽ നേതാവല്ലാത്ത അവർക്ക് എങ്ങനെയാണ് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോട് കൂടിയിട്ട് ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്? അതിനകത്ത് വിജയരാഘവന്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ട്. കാരണം അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. മറ്റൊരു സംഭവം, അതിനുശേഷം അദ്ദേഹം പാലക്കാട് മത്സരിക്കാൻ വീണ്ടും വന്നു. അദ്ദേഹം പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 മത്സരിക്കാൻ വന്നു. അമ്പയെ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഈ സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചതിൽ നിന്ന് വിജയരാഘവന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വിജയരാഘവൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ച പോലെ നല്ല ഭക്ഷണം കഴിക്കണം, ഉച്ചിഷ്ടം കഴിക്കരുത്, നിങ്ങളോടാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയരാഘവനോട് പറയാനുള്ളത്, ഇത്തരത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.